Students, next topic, what are the various methods for measuring the demand or forecasting the demand? അപ്പോൾ നമ്മൾ പ്രീവിയസ് ക്ലാസ്സിൽ പഠിച്ചിരിക്കുന്നത് വാട്ട് ഈസ് മീൻ ബൈ ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ്. ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് മീൻസ് അനലൈസിങ് ഓർ ആൻറ്റിസിപ്പേറ്റിംഗ് ഓർ എസ്റ്റിമേറ്റിംഗ് ദ ഫ്യൂച്ചർ ഡിമാൻഡ്. ഫ്യൂച്ചറിൽ എത്രമാത്രം ഡിമാൻഡ് ഉണ്ടാവും എന്ന് മെഷർ ചെയ്യുന്ന വൺ ഓഫ് ദി ടെക്നിക്സിനെയാണ് നമ്മളെന്ത് പറയുക, ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് എന്ന് പറയുന്നത്. ദെൻ വാട്ട് ആർ ദി യൂസസ് ഓഫ് ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ്? Then preparation of production policies, preparation of sales targeting, then etc. These are the various uses for planning, capital budgeting, etc. അതായത് ഇത്രയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് മെഷേഴ്സ്. അതായത് ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം ഫ്യൂച്ചറിൽ എത്രമാത്രം ഡിമാൻഡ് ഉണ്ടായിരിക്കുന്നു മനസ്സിലാക്കാനും അതിനനുസരിച്ച് പ്ലാൻ ചെയ്യാനും പ്രൊഡക്റ്റ് പോളിസീസ് തയ്യാറാക്കാനും പ്രൈസിങ് അലോട്ട് ചെയ്യാനും അതേപോലെ തന്നെ ക്യാപിറ്റൽ ബഡ്ജറ്റും പ്ലാൻ ചെയ്യാനും ഇൻവെൻട്രി മാനേജ്മെൻറ്റിനും എല്ലാം തന്നെ ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് എന്ന് പറയുന്ന ടെക്നിക്സ് നമുക്ക് ആവശ്യമാണ്. അപ്പോൾ ഇനി നെക്സ്റ്റ് ടോപ്പിക് മെത്തേഡ്സ് ഓഫ് ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ്. Methods, what are the different types of demand forecasting, what are the methods of demand forecasting? ഏതൊക്കെ രീതിയിൽ നമുക്ക് ഡിമാൻഡ് ഫോർകാസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും, അതിന് എന്തെങ്കിലും ടെക്നിക്സ് വേണ്ടേ? There are different methods for demand forecasting. Methods differ from product category. അതായത് ഓരോ പ്രോഡക്റ്റിനനുസരിച്ചും നമ്മൾ ഉപയോഗിക്കുന്ന മെത്തേഡ്സ് വ്യത്യാസം ഉണ്ടായിരിക്കും. ഇപ്പോൾ ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് എന്ന് പറയുന്നത് ആൻറ്റിസിപ്പേറ്റിംഗ് ദ ഫ്യൂച്ചർ ഡിമാൻഡ് ഓൺ ദി ബേസിസ് ഓഫ് പാസ്റ്റ് ഡാറ്റ. പ്രീവിയസ് ഡാറ്റാസ് എടുത്തുകൊണ്ട് നമ്മൾ ഫ്യൂച്ചർ ഡിമാൻഡ് പ്രിഡിക്റ്റ് ചെയ്യുന്ന ടെക്നിക്സിനെയാണ് ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് എന്ന് പറയുന്നത്. ദെൻ വേരിയസ് മെത്തേഡ്സ് ആർ യൂസ്ഡ് ഫോർ ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ്. ഒരുപാട് മെത്തേഡ്സ് നമുക്ക് അതിനു വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. മെത്തേഡ്സ് ഡിഫർ വിത്ത് പ്രൊഡക്റ്റ് കാറ്റഗറി. പ്രൊഡക്റ്റിൻ്റെ വേരിയേഷൻ അനുസരിച്ച് നമ്മൾ ഉപയോഗിക്കുന്ന മെത്തേഡ്സും വ്യത്യാസപ്പെട്ടിരിക്കും. പ്രൊഡക്റ്റിൻ്റെ കാറ്റഗറി എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഇത് ക്യാപിറ്റൽ ഗുഡ്സ് ആവാം, ചിലപ്പോൾ ഇത് കൺസ്യൂമർ ഗുഡ്സ് ആവാം. കൺസ്യൂമർ ഗുഡ്സൊക്കെ ആണെച്ചാൽ ഫാസ്റ്റ് മൂവിങ് കൺസ്യൂമർ ഗുഡ്സൊക്കെ ആണെങ്കിൽ ഒരുപാട് പേരുടെ അടുത്തേക്ക് ആ ഗുഡ്സ് എത്തിയിരിക്കും. അപ്പോൾ അത്തരത്തിൽ നമുക്ക് ഇനിയും ഡിമാൻഡ് ഫോർകാസ്റ്റ് ചെയ്യാനായിട്ട് ചിലപ്പോൾ ഡിഫിക്കൽട്ടായിരിക്കും ചില മെത്തേഡ്സ് പ്രകാരം. അപ്പോൾ ഓരോ പ്രോഡക്റ്റിൻ്റെയും കാറ്റഗറി നോക്കിക്കൊണ്ട്, ഇപ്പം മെഡിസിൻ വൺ ഓഫ് ദി അതർ കാറ്റഗറിയാണ്. അപ്പോൾ ഓരോ മെഡിസിൻ്റെയും മീൻസ് ഓരോ പ്രോഡക്റ്റിൻ്റെയും കാറ്റഗറി നോക്കിക്കൊണ്ടായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഇങ്ങനെ ഏത് ടെക്നിക്സ് വേണമെന്ന് തീരുമാനിക്കാനായിട്ട്. It is easier to forecast demand for capital goods as compared to consumer goods. കൺസ്യൂമർ ഗുഡ്സിനെ കമ്പയർ ചെയ്തേക്കാളും വളരെ ഈസി ആയിട്ട് ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് നമുക്ക് ക്യാപിറ്റൽ ഗുഡ്സിൻ്റെ കേസിൽ സാധ്യമാണ്. Forecasting demand for existing goods is easier compared with demand forecasting of ന്യൂ പ്രോഡക്റ്റ്. അതായത് അതേപോലെ തന്നെ എക്സിസ്റ്റിംഗ് പ്രോഡക്റ്റിൻ്റെ ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് ഈസ് വെരി ഈസി ആസ് കമ്പയർഡ് ടു ന്യൂ പ്രോഡക്റ്റ്സ്. പുതിയൊരു പ്രോഡക്റ്റ് മാർക്കറ്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അതിന് എത്രമാത്രം ഡിമാൻഡ് ഉണ്ടാവും എന്ന് അനലൈസ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഫോർകാസ്റ്റ് ചെയ്യാനായിട്ട് ഇത്തിരി കൂടി ഡിഫിക്കൽട്ടാണ് ആസ് കമ്പയർഡ് ടു എക്സിസ്റ്റിംഗ് പ്രോഡക്റ്റ്. Then let us look at demand forecasting methods for existing goods. അപ്പോൾ ഇനി നമുക്ക് ശ്രദ്ധിക്കേണ്ടത് എക്സിസ്റ്റിംഗ് പ്രോഡക്റ്റുകളുടെ നിലനിൽക്കുന്ന പ്രോഡക്റ്റുകളുടെ ഡിമാൻഡ് നമ്മൾ എങ്ങനെയാണ് മെഷർ ചെയ്യുക അല്ലെങ്കിൽ ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് എങ്ങനെയാണ് സാധ്യമാവുക എന്നുള്ളതാണ്. അപ്പോൾ നെക്സ്റ്റ് വൺ, ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് ഫോർ എക്സിസ്റ്റിംഗ് പ്രോഡക്റ്റ്. ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് ടെക്നിക്സ് ഫോർ എക്സിസ്റ്റിംഗ് പ്രോഡക്റ്റ് ആർ ക്ലാസിഫൈഡ് ഇൻ ടു 4 കാറ്റഗറി. നോക്കുക ഏതൊക്കെയാണ് കാറ്റഗറി. ഫസ്റ്റ് വൺ ഈസ് ഒപ്പീനിയൻ സർവേ മെത്തേഡ്. Second one is market studies and experiments, consumer clinic and statistical methods. Then ഇവിടെ ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് ഫോർ എക്സിസ്റ്റിംഗ് പ്രോഡക്ട്സിനെ ഏതൊക്കെ മെഷേഴ്സാണ് യൂസ് ചെയ്യാൻ ചോദിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് വൺ ഈസ് ഒപ്പീനിയൻ സർവേ മെത്തേഡ്. സെക്കൻഡ് വൺ ഈസ് മാർക്കറ്റ് സ്റ്റഡീസ് ആൻഡ് എക്സ്പെരിമെൻറ്റ്. തേർഡ് വൺ ഈസ് കൺസ്യൂമർ ക്ലിനിക് മെത്തേഡ്സ് ആൻഡ് ഫോർത്ത് വൺ ഈസ് സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ്സ്. ദീസ് ആർ ദി വേരിയസ് മെത്തേഡ്സ് ഫോർ ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ്. ഈ മെത്തേഡ്സൊക്കെയാണ് ഡിമാൻഡ് ഫോർകാസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന മെത്തേഡ്സ് എന്ന് പറയുന്നത്. Okay, then first one is opinion survey method. Opinion survey method. Under this method, opinion surveys are conducted to gather information and data regarding potential demand. There are 3 forms of opinion surveys. അതായത്
ഇപ്പോൾ ഇതിൽ വൺ ഓഫ് ദി ഏതൊക്കെ മെത്തേഡ്സാണ് നമ്മൾ ആദ്യമേ പറഞ്ഞു. ഒന്ന് സർവേ മെത്തേഡാണ്, ഒപ്പീനിയൻ സർവേ, അഭിപ്രായ ശേഖരണം, കൊറീസ്, ദെൻ അവിടെ നിന്ന് എത്രമാത്രം ആളുകൾ ഈ പ്രൊഡക്റ്റ് വാങ്ങിക്കാനുണ്ടാവും എന്ന് നമ്മൾ അവരോട് തന്നെ ചോദിച്ചറിയുന്ന ഒരു സർവേ മെത്തേഡാണ് ഇത് ഒപ്പീനിയൻ സർവേ മെത്തേഡ് എന്ന് പറയുന്നത്. സെക്കൻഡ് വൺ ഈസ് മാർക്കറ്റ് എക്സ്പെരിമെൻ്റ് ആണ്, മാർക്കറ്റ് സ്റ്റഡീസ് ആൻഡ് എക്സ്പെരിമെൻറ്റ്. നമ്മൾ ഏതെങ്കിലും രീതിയിൽ മാർക്കറ്റിനെ കുറിച്ച് സ്റ്റഡി ചെയ്യുകയാണ് ചെയ്യുന്നത്. ആ മാർക്കറ്റ് സ്റ്റഡീസ് ആൻഡ് എക്സ്പെരിമെൻറ്റ് ഒരു പരീക്ഷണമൊക്കെ നടത്തിക്കൊണ്ട് നമ്മൾ ചെയ്യുന്ന വൺ ഓഫ് ദി മെത്തേഡാണ് ഇത്, മാർക്കറ്റ് സ്റ്റഡീസ് ആൻഡ് എക്സ്പെരിമെൻറ്റ് മെത്തേഡ്. ദെൻ തേർഡ് വൺ ആണ് അവിടെ കൺസ്യൂമർ ക്ലിനിക് മെത്തേഡ്. കൺസ്യൂമർ ക്ലിനിക് മെത്തേഡിൽ കൺസ്യൂമേഴ്സ് ബിഹേവിയറിനെ കുറിച്ച് സ്റ്റഡി ചെയ്യാണ്. പിന്നെ ഇതെല്ലാം കൂടാതെ തന്നെ ഫോർത്ത് ടെക്നിക്കാണ് നമ്മൾ പറയുന്ന സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ഫസ്റ്റ് വൺ നമ്മൾ പഠിക്കുകയാണ് വാട്ട് ഈസ് മെൻ ബൈ ഒപ്പീനിയൻ സർവേ മെത്തേഡ്. ഒപ്പീനിയൻ സർവേ മെത്തേഡിൽ അണ്ടർ ദിസ് മെത്തേഡ് ഒപ്പീനിയൻ സർവേസ് ആർ കണ്ടക്റ്റഡ് ടു ഗേദർ ഇൻഫർമേഷൻ ആൻഡ് ഡാറ്റ റിഗാർഡിംഗ് പൊട്ടൻഷ്യൽ ഡിമാൻഡ്. എത്രമാത്രം ഡിമാൻഡ് ഉണ്ടാവും എന്ന് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന വൺ ഓഫ് ദി ടെക്നിക്സ് ആണ് ഇത് ഒപ്പീനിയൻ സർവേ മെത്തേഡ്. ഒപ്പീനിയൻ സർവേ മെത്തേഡ് മേ ബി ക്ലാസിഫൈഡ് ഇൻ ടു 3. ദെൻ ഫസ്റ്റ് വൺ ഈസ് സർവേ ഓഫ് ബയേഴ്സ് ഒപ്പീനിയൻ, second one is survey of dealers opinion, and third one is survey of expert opinion. ഒന്നുകൂടെ പറയാം. ഫസ്റ്റ് വൺ ഈസ് സർവേ ഓഫ് ബയേഴ്സ് ഒപ്പീനിയൻ, സെക്കൻഡ് വൺ ഈസ് സർവേ ഓഫ് ഡീലേഴ്സ് ഒപ്പീനിയൻ, ആൻഡ് തേർഡ് വൺ ഈസ് സർവേ ഓഫ് എക്സ്പെർട്ട് ഒപ്പീനിയൻ. അതായത് നമ്മൾ സർവേ മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ അനലൈസ് ചെയ്യുകയാണ് സർവേ ഓഫ് ബയേഴ്സ് ഒപ്പീനിയൻ. ഒന്നുകിൽ സർവേ മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഒപ്പീനിയൻ നമുക്ക് അവരുടെ അഭിപ്രായങ്ങളൊക്കെ ശേഖരിക്കാം. ഫ്രം സർവേ ഓഫ് ബയേഴ്സ് ഒപ്പീനിയൻ എടുക്കാം, ഡീലേഴ്സ് ഒപ്പീനിയൻ എടുക്കാം, അതുപോലെ തന്നെ എക്സ്പെർട്ട് പേഴ്സൺസ് ഒപ്പീനിയൻസ് ഒക്കെ നമുക്ക് കളക്ട് ചെയ്യാനായിട്ട് സാധിക്കും. ദെൻ അണ്ടർ ദീസ് മെത്തേഡ് സർവേസ് ആർ കണ്ടക്റ്റഡ് ടു കളക്ട് ഇൻഫർമേഷൻ അബൌട്ട് ദി ഫ്യൂച്ചർ പർച്ചേസ് പ്ലാൻസ് ഫോർ പൊട്ടൻഷ്യൽ കൺസ്യൂമേഴ്സ്. ദെൻ സർവേ മെത്തേഡ്സ് ഹെൽപ് ഇൻ ഒബ്റ്റെയിനിങ് ഇൻഫർമേഷൻ അബൌട്ട് ഡിസയേഴ്സ് ലൈക്ക് ഡിസ്ലൈക്ക് കൺസ്യൂമേഴ്സ് ത്രൂ കളക്ടിങ് ദ ഒപ്പീനിയൻ ഓഫ് എക്സ്പെർട്ട് ഓർ ഇൻ്റർവ്യൂയിങ് ദ കൺസ്യൂമേഴ്സ്. അപ്പോൾ നമ്മൾ അത് വളരെ പ്രധാനപ്പെട്ട ഒരു മെത്തേഡാണ്, സാധാരണ ഉപയോഗപ്പെടുത്തുന്ന ഒരു മെത്തേഡാണ് ഇത് സർവേ മെത്തേഡ് എന്ന് പറയുന്നത്. സർവേ മെത്തേഡിൽ നമ്മൾ സാധാരണ ടു കളക്ട് ദ ഇൻഫർമേഷൻ ഫ്രം ബയേഴ്സ്, ടു കളക്ട് ഇൻഫർമേഷൻ ഫ്രം ഇൻഫോർമൻസ്. നമുക്ക് ആരിൽ നിന്നാണോ ഇൻഫർമേഷൻ കളക്ട് ചെയ്യാനുള്ളത് അങ്ങനെ വിവരങ്ങൾ ശേഖരിക്കുന്ന ഒരു മെത്തേഡിനെയാണ് നമ്മൾ എന്ത് പറയുക, സർവേ മെത്തേഡ് എന്ന് പറയുക. കളക്ടിങ് ഇൻഫർമേഷൻ ഫ്രം വേരിയസ് ഇൻഫോർമൻസ്. നമുക്ക് ഇൻഫർമേഷൻ തരാനുള്ള ആളുകളിൽ നിന്ന് ഇൻഫർമേഷൻ കളക്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്താ പറയുക, ദെൻ സർവേ മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞു ഡിമാൻഡ് ഫോർകാസ്റ്റിംഗിലെ വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് മെത്തേഡ് ഈസ് ഒപ്പീനിയൻ സർവേ മെത്തേഡ്. വാട്ട് ആർ ദി ഡിഫറെൻറ്റ് കാറ്റഗറി ഓഫ് ഒപ്പീനിയൻ സർവേ മെത്തേഡ്? ദെൻ ഫസ്റ്റ് വൺ ഈസ് സർവേ ഓഫ് ബയേഴ്സ് ഒപ്പീനിയൻ, സെക്കൻഡ് വൺ ഈസ് സർവേ ഓഫ് ഡീലേഴ്സ് ഒപ്പീനിയൻ, ആൻഡ് തേർഡ് വൺ ഈസ് സർവേ ഓഫ് എക്സ്പെർട്ട് ഒപ്പീനിയൻ. കണ്ടോ? അപ്പോൾ നമുക്കൊരു പ്രൊഡക്റ്റിൻ്റെ ഡിമാൻഡ് മനസ്സിലാക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന മെത്തേഡ്സ് ആണ് അതൊക്കെ. ദെൻ ഫസ്റ്റ് വൺ ഈസ് സർവേ ഓഫ് ബയേഴ്സ് ഒപ്പീനിയനിലെ buyers are directly contacted and are asked about the quantity of the commodity they propose to buy for a specific period. Then the data gathered from all buyers are aggregated to forecast the total demand. Buyers opinion എന്ന് പറയുമ്പോൾ നേരിട്ട് കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് ചോദിച്ചറിഞ്ഞുകൊണ്ട് വിവരങ്ങൾ ശേഖരിക്കുന്ന ഒരു രീതിയാണ് ഇത് പറയുന്നത് സർവേ ഓഫ് ബയേഴ്സ് ഒപ്പീനിയൻ. അപ്പോൾ ഇനിയും ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങിക്കാൻ അവർ ഉദ്ദേശിക്കുന്നുണ്ടോ എന്നൊക്കെ അവരോട് തന്നെ ചോദിച്ച് ഇത് നിങ്ങളിതിൽ സാറ്റിസ്ഫൈഡ് ആണോ എന്നൊക്കെ രീതിയിൽ നമ്മൾ ചോദിച്ചറിയുന്നൊരു മെത്തേഡാണ് സർവേ ഓഫ് ബയേഴ്സ് ഒപ്പീനിയൻ. ദിസ് ഈസ് വെരി ആക്യുറേറ്റ് മെത്തേഡ് ഓഫ് ഫോർകാസ്റ്റിംഗ് ബട്ട് ദിസ് ഈസ് പ്രാക്ടിക്കബിൾ ഓൺലി ഇൻ ദ കേസ് ഓഫ് പ്രൊഡക്റ്റ് ലൈക്ക് ക്യാപിറ്റൽ ഗുഡ്സ്. വൺ ഓഫ് ദി ലിമിറ്റേഷൻ കൂടിയാണിത്. സെയിം ടൈം ഇറ്റ് ഈസ് മോർ ആക്യുറേറ്റ് മെത്തേഡ്. ഏറ്റവും നല്ല രീതി എന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ ബയേഴ്സിനടുത്ത് നമ്മൾ ചോദിച്ചറിയുന്ന രീതി തന്നെയാണ് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള വൺ ഓഫ് ദി ടെക്നിക്ക് എന്ന് പറയുന്നത്, അല്ലേ? അതായത് കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് ചോദിച്ചറിഞ്ഞുകൊണ്ട് നിങ്ങൾ ഈ പ്രൊഡക്റ്റ് വാങ്ങിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചറിയുന്ന വൺ ഓഫ് ദി മെത്തേഡ്. അത് ഒന്നുകൂടെ സ്യൂട്ടബിൾ ആണെന്ന് പറയാനായിട്ട് സാധിക്കും. ദ ഡാറ്റ ആർ ഗാദർഡ് ഫ്രം ഓൾ ബയേഴ്സ് ആർ അഗ്രിഗേറ്റഡ് ടു ഫോർകാസ്റ്റ് ദ ടോട്ടൽ ഡിമാൻഡ്. അങ്ങനെ നമുക്ക് ടോട്ടൽ ഡിമാൻഡ് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ദെൻ ദിസ് മെത്തേഡ് ഈസ് വെരി മച്ച് ആക്യുറേറ്റ് ആസ് കമ്പയർഡ് ടു അതർ മെത്തേഡ്സ്. And then it is only applicable to in the case of capital goods rather than the consumer goods. അതായത് കൺസ്യൂമർ ഗുഡ്സിനേക്കാളും, അതായത് കൺസ്യൂമർ ഗുഡ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ബയേഴ്സിന് എടുക്കാനായിട്ട് ഭയങ്കര ഡിഫിക്കൽട്ട് പ്രോസസ്സാണ്. അതായത് എവിടെയൊക്കെയാണ് നമ്മുടെ ബയേഴ്സ് ഉണ്ടായിരിക്കാൻ നമുക്കറിയില്ല, അവരൊക്കെ നേരിട്ട് കാണുക, അവരിൽ നിന്ന് ഇൻഫർമേഷൻ കളക്ട് ചെയ്യുക എന്നൊക്കെ പറയുമ്പോൾ അതൊരു ഡിഫിക്കൽട്ട് പ്രോസസ്സാണ്. ദെൻ
ഈ ഒരു മെത്തേഡ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ ഗുഡ്സിൻ്റെ കേസിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ നമ്മുടെ കസ്റ്റമേഴ്സ് എന്ന് പറയുന്നത് ലിമിറ്റഡ് കസ്റ്റമേഴ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ദെൻ അവിടെ ഡാറ്റ ആർ ഗ്യാതർഡ് ഫ്രം ഓൾ ബയേഴ്സ് ആർ അഗ്രിഗേറ്റഡ് ടു ഫോർകാസ്റ്റ് ദ ടോട്ടൽ ഡിമാൻഡ്. ദിസ് ഈസ് വെരി ആക്യുറേറ്റ് മെത്തേഡ് ഓഫ് ഫോർകാസ്റ്റിംഗ്, ബട്ട് ദിസ് ഈസ് പ്രാക്ടിക്കബിൾ ഓൺലി ഇൻ ദ കേസ് ഓഫ് പ്രൊഡക്റ്റ് ലൈക്ക് ക്യാപിറ്റൽ ഗുഡ്സ്. For instance, take the case of an Indian engineering company manufacturing cement, plant and machinery. For this company, the customers are Indian cement companies. It is possible to contact all cement companies and seek their opinion about their expansion plans and machinery purchase plans. A fairly accurate idea of potential buyers' demand can be formed such a surveys. ഏതെങ്കിലും സിമെൻറ്റ് കമ്പനീസിനെയൊക്കെ സംബന്ധിച്ചിടത്തൊക്കെ ആണെങ്കിൽ ദെൻ അത് മാനുഫാക്ചറിങ് അതിലെന്തെങ്കിലും മാറ്റം വരുത്താനോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ആണെങ്കിൽ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള നമ്പേഴ്സ് മാത്രമാണ് ആരുണ്ടായിരിക്കുള്ളൂ, കസ്റ്റമേഴ്സ് ഉണ്ടായിരിക്കുള്ളൂ. അവരുടെ അടുത്ത് നിന്ന് അവരുടെ ആവശ്യങ്ങൾ ചോദിച്ചറിഞ്ഞുകൊണ്ട് പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുക അല്ലെങ്കിൽ ഡിമാൻഡ് ഫോർകാസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുമെന്ന് പറയുന്നൊരു ഈസി വേ ആണ്. ഇൻ ദ കേസ് ഓഫ് ഫാസ്റ്റ് മൂവിങ് കൺസ്യൂമർ ഗുഡ്സ്, FMCG, that is fast moving consumer goods. Fast moving consumer goods in the case buyers opinion survey will be impractical in the case of most consumer goods. Consumer goods in the case പ്രാക്ടിക്കബിൾ അല്ല, ഇമ്പോസിബിൾ എന്നൊക്കെ പറയുന്ന പോലെ തന്നെ അവിടെ എന്താ വെച്ചാൽ അവരെ നേരിട്ട് കാണാനായിട്ട് നമുക്ക് വളരെയധികം ബുദ്ധിമുട്ടായിരിക്കും. ഒരു സർവേ നടത്തിക്കൊണ്ട് ഡാറ്റ കളക്ട് ചെയ്യുക എന്ന് പറയുന്നത് ഡിഫിക്കൽട്ട് പ്രോസസ് ആയിരിക്കും. അപ്പോൾ ദെൻ ഫസ്റ്റ് മെത്തേഡിലെ ഒപ്പീനിയൻ സർവേ മെത്തേഡിൽ ഒന്നുകൂടെ ആക്യുറേറ്റ് ആണ്. ഇറ്റ് ഈസ് ഓൺലി applicable in the case of capital goods. Then next, what are the importance or advantages or merits of opinion survey of buyers opinion method? Survey of buyers opinion, first simple to understand and follow. വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റാവുന്ന വൺ ഓഫ് ദി ഫോർകാസ്റ്റിംഗ് സ്ട്രാറ്റജിയാണ്, ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് സ്ട്രാറ്റജിയാണ് സർവേ ഓഫ് ബയേഴ്സ് ഒപ്പീനിയൻ. ദെൻ ഇറ്റ് ഈസ് മോർ എക്കണോമിക്കൽ, നമുക്കൊന്നുകൂടെ ലാഭകരമാണ്. വിൽ ഗീവ് ക്വിക്ക് റിസൾട്ട്, വളരെ വേഗത്തിൽ തന്നെ നമുക്ക് ആൻസർ കളക്ട് ചെയ്യാനായിട്ട് സാധിക്കും. സെയിം ടൈം ഇറ്റ് ഈസ് മോർ ആക്യുറേറ്റ്. ദീസ് ആർ ദി അഡ്വാൻറ്റേജസ് ഓഫ് ഒപ്പീനിയൻ സർവേ മെത്തേഡ്. ദെൻ നെക്സ്റ്റ് വൺ ഈസ് വാട്ട് ആർ ദി ഡിമെറിറ്റ്സ്. നമുക്ക് എപ്പോഴും ഒരു പോസിറ്റീവ് സൈഡ് പറയുകയാണെന്നുണ്ടെങ്കിൽ കൂടെ അതിൻ്റെ കൂടെ സെയിം ടൈം ഒരു നെഗറ്റീവ് സൈഡ് കൂടെ ഉണ്ടായിരിക്കും. ദെൻ അതിൻ്റെ ഡിമെറിറ്റ് എന്ന് പറയുന്നത് വിൽ വർക്ക് ഓൺലി ഇൻ ദ കേസ് ഓഫ് ക്യാപിറ്റൽ ഗുഡ്സ് വെർ ദ നമ്പർ ഓഫ് കൺസ്യൂമേഴ്സ് ഈസ് വെരി സ്മോൾ. അവിടെ കൺസ്യൂമേഴ്സ് വളരെ ലിമിറ്റഡ് ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ മാത്രമേ ഇത് അപ്ലിക്കബിൾ ആവുള്ളൂ എന്ന് പറയുന്ന ഒരു ലിമിറ്റേഷനാണ്. ഇറ്റ് വിൽ ബി വെരി എക്സ്പെൻസീവ് ഇഫ് ഡൺ ഫോർ കൺസ്യൂമർ ഗുഡ്സ്. മാത്രമല്ല കൺസ്യൂമർ ഗുഡ്സിൽ നമ്മളിത് അപ്ലൈ ചെയ്യുക എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് വെരി ടൈം കൺസ്യൂമിങ് ആൻഡ് ഓൾസോ ഇറ്റ് ഈസ് വെരി എക്സ്പെൻസീവ്. Then next one is will not be effective if consumers are unwilling to give information about their future plans. കസ്റ്റമേഴ്സ് ഇതിന് വില്ലിങ് ആവാത്ത പക്ഷം അതെന്തായിരിക്കും, അത് ഡിഫിക്കൽട്ട് പ്രോസസ്സാണ്. ഫസ്റ്റ് വൺ നിങ്ങൾക്ക് മനസ്സിലായി, ഒപ്പീനിയൻ സർവേ മെത്തേഡിലെ ഫസ്റ്റ് വൺ ഈസ് സർവേ ഓഫ് ബയേഴ്സ് ഒപ്പീനിയൻ. ദെൻ നെക്സ്റ്റ് വൺ ഈസ് സർവേ ഓഫ് ഡീലേഴ്സ് ഒപ്പീനിയൻ. സർവേ ഓഫ് ഡീലേഴ്സ് ഒപ്പീനിയനിലെ ഡീലേഴ്സ് ആർ പീപ്പിൾ ഹു ആർ ഇൻ കോൺസ്റ്റൻറ്റ് ടച്ച് വിത്ത് കസ്റ്റമേഴ്സ്. They have good knowledge about seasonal fluctuations in demand for the product, price, quality, features of rival products, customer loyalty, etc. Dealers have their fingers on the pulse of the market. Dealers എന്ന് പറയുന്നത് ഡീലേഴ്സ് ആർ പീപ്പിൾ ഹു ആർ ഇൻ കോൺസ്റ്റൻറ്റ് ടച്ച് വിത്ത് കസ്റ്റമേഴ്സ്. ഏറ്റവും കൂടുതലായിട്ട് കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് ഇടപഴകുന്നവരാണ് ആര്, ഡീലേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഡീലേഴ്സിന് തീർച്ചയായിട്ടും ഏറ്റവും കൂടുതൽ കസ്റ്റമേഴ്സിന് ഡീൽ ചെയ്യുന്നതുകൊണ്ട് കസ്റ്റമേഴ്സിൻ്റെ മനസ്സറിയാനായിട്ട് നമ്മൾ പറയില്ല, അവരുടെ പഞ്ചറിയാനായിട്ട് നമുക്ക് ഏറ്റവും നന്നായിട്ട് കഴിയുക എന്ന് പറയുന്നത് ഡീലേഴ്സിനായിരിക്കും. അപ്പോൾ ദെൻ നമുക്ക് നടത്തുന്ന സർവേ എന്ന് പറയുന്നത് കസ്റ്റമേഴ്സിനെ വിട്ട് നമുക്ക് ആരെയും മാത്രം എടുക്കാം, ഡീലേഴ്സിനെ മാത്രം എടുത്തുകൊണ്ട് നമുക്കൊരു സർവേ നടത്താം. ദേ ഹാവ് ഗുഡ് നോളജ് അബൌട്ട് സീസണൽ ഫ്ലക്ച്വേഷൻസ് ഇൻ ഡിമാൻഡ് ഫോർ ദി പ്രോഡക്റ്റ്, പ്രൈസ് ആൻഡ് ക്വാളിറ്റി ഫീച്ചേഴ്സ് ഓഫ് റൈവൽ പ്രോഡക്റ്റ്, customer loyalty, etc. Dealers have their fingers on the pulse of the market. Therefore, instead of contacting the buyers, it would make sense to contact the dealers and collect data from them. This data can be used for forecasting the demand. ഡീലേഴ്സിൻ്റെ അടുത്ത് ചോദിച്ചറിഞ്ഞുകൊണ്ട് ഡീലേഴ്സിൻ്റെ കസ്റ്റമേഴ്സിൻ്റെ ടേസ്റ്റ്, പ്രിഫറൻസ്, ക്വാളിറ്റീസ്, അവരുടെ ബ്രാൻഡ് ലോയൽറ്റി, ദെൻ റൈവൽ പ്രോഡക്ട്സ്, ദെൻ അവരുടെ കോമ്പറ്റിംഗ് കപ്പാസിറ്റി ഓഫ് റൈവൽ പ്രോഡക്ട്സ്, ഇതെല്ലാം വ്യക്തമായിട്ട് അറിയുന്നത് ആരായിരിക്കും, ദെൻ ഡീലേഴ്സ് ആയിരിക്കും. സോ സർവേ ഓഫ് ഡീലേഴ്സ് ഒപ്പീനിയൻ ഈസ് ദ അനദർ സ്ട്രാറ്റജി ഫോർ ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് ത്രൂ ദി ഒപ്പീനിയൻ സർവേ മെത്തേഡ്.
Then what are the merits of survey of dealer opinion? First one is it is very simple, very effective since it is based on business experience, and also it is more economical. ലാഭകരമാണ്, very effective tool ആയിരിക്കും, same time it is very simple. Then what are the demerits? Salesman may not have expert knowledge about macroeconomic conditions affecting the demand. In this context, forecast may not be accurate. ശരിക്കും ഡീലേഴ്സിൻ്റെ അടുത്ത് കഴിഞ്ഞാൽ ഇതാണിപ്പോൾ ഡിമാൻഡ് ഉള്ളത്, അപ്പോൾ ഇനിയും ഡിമാൻഡ് ഉണ്ടാവാനായിട്ട് സാധ്യതയുണ്ട് എന്നുള്ള രീതിയിലൊക്കെ ചിലപ്പോൾ ഡീലേഴ്സ് നമുക്ക് ആൻസർ തരുമായിരിക്കാം. പക്ഷേ ദേ ഹാവ് നോ പ്രോപ്പർ നോളേജ് റിലേറ്റഡ് ടു മാക്രോ എക്കണോമിക് പോളിസീസ്. അതായത് മറ്റുള്ള എക്കണോമിക് പോളിസികളെക്കുറിച്ചോ അതിൻ്റെ റിലേഷനെ കുറിച്ചോ ഒന്നും തന്നെ ആർക്ക് അറിഞ്ഞോളണമെന്നില്ല. ഈ ഡീലേഴ്സിന് അറിയാത്ത പക്ഷം പലപ്പോഴും അതെന്താവും, അവർ പ്രിഡിക്റ്റ് ചെയ്യുന്ന അവരുടെ ഒരു അസസ്മെൻറ്റ് തെറ്റായി പോകാനായിട്ട് സാധ്യതയുണ്ട്. It is not flexible, then salesman will find it difficult to incorporate unexpected factors in demand forecasting. Then salesman will find it difficult to incorporate unexpected factors in demand forecasting. ഒട്ടും പ്രതീക്ഷിക്കാത്ത ചില ഫാക്ടേഴ്സിനെ കുറിച്ചിട്ടൊന്നും ആർക്ക് പറയാനായിട്ട് സാധിക്കില്ല, അതും തെറ്റായി പോകാം. വിൽ നോട്ട് ബി ഇഫക്റ്റീവ് ഇൻ ലോങ് ടേം ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ്. നമുക്കൊരു ഷോർട്ട് ടൈം ഫോർകാസ്റ്റിംഗ് ഒക്കെ വേണമെങ്കിൽ ഡീലേഴ്സ് ഒപ്പീനിയൻ എടുത്തുകൊണ്ട് ചെയ്യാം, അല്ലാതെ ഒരു ലോങ് ടൈം ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് ഒരിക്കലും ഡീലേഴ്സ് ഒപ്പീനിയൻ വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് ശരിയാവില്ല. ഇതൊക്കെയാണ് ദീസ് ആർ ദി ഡീമെറിറ്റ്സ് ഓഫ് സർവേ ഓഫ് ഡീലേഴ്സ് ഒപ്പീനിയൻ. Then next one is very, very important one, survey of expert opinion, that is also called as Delphi method. മിക്കവാറും ഈ ഒരു ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യൻ ആയിട്ട് വരാറുണ്ട്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ദെൻ ഇവിടെ ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് മെത്തേഡ്സ് എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് വരാറുണ്ട്. 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് കാണാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഈസ് മെന്റ് ബൈ ഡെൽഫി മെത്തേഡ്? ഡെൽഫി മെത്തേഡ് ദാറ്റ് മീൻസ് ഡിമാൻഡ് ഈസ് എസ്റ്റിമേറ്റഡ് ഓൺ ദി ബേസിസ് ഓഫ് ഒപ്പീനിയൻ ഓഫ് എക്സ്പേർട്സ്. എഴുതി വയ്ക്കുക, ഡിമാൻഡ് ഈസ് എസ്റ്റിമേറ്റഡ് ഓൺ ദി ബേസിസ് ഓഫ് ഒപ്പീനിയൻ ഓഫ് എക്സ്പേർട്സ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അതർ ദാൻ സെയിൽസ്മാൻ ആൻഡ് ഓർഡിനറി കൺസ്യൂമേഴ്സ്. സെൻറ്റൻസ് ഒന്നുകൂടെ പറയാം. വാട്ട് ഈസ് മെന്റ് ബൈ ഡെൽഫി മെത്തേഡ്? ഡിമാൻഡ് ഈസ് എസ്റ്റിമേറ്റഡ് ഓൺ ദി ബേസിസ് ഓഫ് ഒപ്പീനിയൻ ഓഫ് എക്സ്പേർട്ട് ആൻഡ് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അതർ ദാൻ സെയിൽസ്മാൻ ആൻഡ് ഓർഡിനറി കൺസ്യൂമേഴ്സ്. സാധാരണ ആളുകളിൽ നിന്ന് വ്യത്യസ്തമായി, സാധാരണ സെയിൽസ്മാനിൽ നിന്നോ ഓർഡിനറി കൺസ്യൂമേഴ്സിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഡിമാൻഡ് അനലൈസ് ചെയ്യുന്ന, ഡിമാൻഡ് എസ്റ്റിമേറ്റ് ചെയ്യുന്ന വൺ ഓഫ് ദി ടെക്നിക്സ് ആണ് നമ്മൾ എന്ത് പറയുന്നത്, ദെൻ ഡെൽഫി മെത്തേഡ് എന്ന് പറയുന്നത്. ഡെൽഫി, DELPHI, ഡെൽഫി മെത്തേഡ്. ദറ്റ് ഈസ് ഓൾസോ കോൾഡ് ആസ് സർവേ ഓഫ് എക്സ്പെർട്ട് ഒപ്പീനിയൻ. ഈ ഡെൽഫി എന്ന് പറയുന്ന ഒരു ടേം വരാനായിട്ട്, ഡെൽഫി വാസ് ദ ആൻഷ്യൻ ടെമ്പിൾ ഓഫ് ഗ്രീസ്. ഗ്രീസിലുള്ള ഒരു പുരാതന ക്ഷേത്രമാണ് ഡെൽഫി എന്ന് പറയുന്നത്. അക്കോർഡിംഗ് ടു ലെജൻഡ്, ദ ഒറാക്കിൾ ഓഫ് ഡെൽഫി ഗിവ് ആക്യുറേറ്റ് ആൻസർ ടു ദ ഡൗട്ട് ആൻഡ് ക്വസ്റ്റ്യൻ ഓഫ് ദോസ് ഹൂ വർഷിപ്ഡ് ഇൻ ദിസ് ടെമ്പിൾ. അവിടെ നമ്മൾ ചോദിക്കുന്നത് എന്തും അല്ലെങ്കിൽ എല്ലാത്തിനും ഒരു ആൻസർ കിട്ടും എന്ന് പറയുന്ന രീതിയിൽ വിശ്വസിച്ചിരുന്നൊരു അമ്പലമായിരുന്നു. ദെൻ ദ ഒറാക്കിൾ വാസ് ബിലീവ് ടു ഹാവ് പവേഴ്സ് ഓഫ് പ്രിഡിക്ഷൻ. In the Delphi method of demand forecasting, market experts perform the role of oracle of Delphi. ഇവിടെ നമ്മൾ പറയുന്നത്, നമ്മൾ എന്ത് ചോദിച്ചു കഴിഞ്ഞാലും ശരിയായിട്ടുള്ള ആൻസർ പറയുന്ന ഒരു ക്ഷേത്രമാണ് ഇത് ഡെൽഫി എന്ന് പറയുന്നത്. ഗ്രീസിലുള്ള ഒരു ടെമ്പിളാണ് ഡെൽഫി എന്ന് പറയുന്നത്. അതേപോലെ തന്നെ നമ്മൾ ചോദിക്കുന്നതിന് കറക്റ്റായിട്ടുള്ളൊരു ആൻസർ ഈ എക്സ്പെർട്ട് പേഴ്സൻ്റെ അടുത്ത് നിന്ന് കിട്ടും എന്നുള്ളൊരു അസസ്മെൻറ്റിലാണ് നമ്മൾ ഏതെടുക്കുന്നത്, സർവേ ഓഫ് എക്സ്പെർട്ട് ഒപ്പീനിയൻ എടുക്കുന്നത്. അപ്പോൾ ഈ എക്സ്പെർട്ട് ഒപ്പീനിയൻ നമ്മൾ പറയുന്ന മറ്റൊരു പേരാണ് ഡെൽഫി മെത്തേഡ്. ദ എക്സ്പെർട്ട് വിൽ ഹാവ് ഡീപ്പ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദ മാർക്കറ്റ്. ഈ ഡെൽഫി മെത്തേഡിലെ എക്സ്പെർട്സിനെ സംബന്ധിച്ചിടത്തോളം എക്സ്പെർട്ട് വിൽ ഹാവ് ഡീപ്പ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദ മാർക്കറ്റ്. മാർക്കറ്റിനെ കുറിച്ച് വളരെ വിശദമായിട്ടുള്ള, വളരെ ഡീപ്പായിട്ടുള്ള ഒരു നോളജ് തന്നെ ഉണ്ടായിരിക്കും. ദ നേച്ചർ ഓഫ് ഡിമാൻഡ്, ദ ഡിറ്റർമിനൻസ് ഓഫ് ഡിമാൻഡ്, കസ്റ്റമേഴ്സ് പ്രിഫറൻസസ്, ഡിമാൻഡ് എൻവയൺമെൻറ്റ് ഫോർ റൈവൽ പ്രോഡക്റ്റ്, macro environment, etc. The company which needs data on future demand approaches the expert and the experts help to forecast the demand. അതായത് ഇവിടെ നമ്മൾ പറയും, what are the factors influencing demand? That means the factors is also called as determinants of demand. ഒരു പ്രൊഡക്റ്റിൻ്റെ ഡിമാൻഡിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ്, അതിൻ്റെ ഇൻഫ്ലുവൻസ് എത്രമാത്രം ഉണ്ടെന്ന് മനസ്സിലാക്കാനായിട്ട് ആർക്ക് സാധിക്കുന്നു, എക്സ്പെർട്ട് പേഴ്സണ് സാധിക്കുന്നു.
അപ്പോൾ ഏതൊക്കെയാണ് അതിൻ്റെ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്? പ്രൈസ് ഓഫ് ദ പ്രോഡക്റ്റ്, ഇൻകം ഓഫ് ദ ബയേഴ്സ്, നേച്ചർ ഓഫ് ദ കമ്മോഡിറ്റി, ദെൻ അതുപോലെ തന്നെ എക്കണോമിക് പോളിസീസ്, അവൈലബിലിറ്റി ഓഫ് സബ്സ്റ്റിറ്റ്യൂട്ട് പ്രോഡക്റ്റ് എക്സെട്ര. അങ്ങനെ വേരിയസ് റീസൺസ് ഉണ്ട് അല്ലേ, വേരിയസ് ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ദ ചേഞ്ചസ് ഇൻ ഡിമാൻഡ്. ഡിമാൻഡ് ചേഞ്ച് ചെയ്യുന്നതിൽ ഒരുപാട് ഫാക്ടേഴ്സ് അതിനെ സ്വാധീനിക്കുന്നുണ്ട്. അപ്പോൾ ഈ സ്വാധീനിക്കുന്ന ഫാക്ടേഴ്സിനെ എത്രമാത്രം നമ്മുടെ പ്രൊഡക്റ്റ് ഡിമാൻഡിനെ അഫക്റ്റ് ചെയ്യുന്നു എന്നുള്ളത് മനസ്സിലാക്കാനായിട്ടാണ് നമ്മൾ ഏത് ടെക്നിക്സ് ഉപയോഗിക്കുന്നത്. ഈ പറയുന്ന ഡെൽഫി മെത്തേഡ് എന്ന് പറയുന്ന ദറ്റ് ഈസ് എക്സ്പെർട്ട് ഒപ്പീനിയൻ മെത്തേഡ് യൂസ് ചെയ്യുന്നത്. ഇൻ ദി ലൈറ്റ് ഓഫ് ദി അതർ എക്സ്പെർട്സ് വ്യൂസ് ഒപ്പീനിയൻസ് ആർ മോഡിഫൈഡ് ആൻഡ് finally the decision is reached. This consensus is used as the base of demand forecasting. ഇത് ഒരു US കമ്പനിയാണ് ഇത് ആദ്യം അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത്. What are the merits of this method? It is based on expert knowledge. One of the merits, it is based on expert knowledge. Second one is accuracy leads to reliability. അതായത് അത് ആക്യുറേറ്റ് ആണ് എന്നുള്ളത് കൊണ്ട് നമുക്കത് വിശ്വസിക്കാം. ആക്യുറസി ലീഡ്സ് ടു റിലയബിലിറ്റി. ആക്യുറസി എന്ന് പറയുന്നത് ഏതിലേക്ക് ലീഡ് ചെയ്യപ്പെടുന്നു? റിലയബിലിറ്റിയിലേക്ക് ലീഡ് ചെയ്യപ്പെടുന്നു. ഫോർകാസ്റ്റ് ആർ അവൈലബിൾ ക്വിക്കലി ആൻഡ് ടൈംലി. ഫോർകാസ്റ്റ് ആർ അവൈലബിൾ ക്വിക്കലി ആൻഡ് ടൈംലി. ദെൻ ഡീമെറിറ്റിലെ ഇഫ് എക്സ്പെർട്ട് ചാർജ് ഹൈ ഫീസ് ഇറ്റ് മേ നോട്ട് ബി എക്കണോമിക്കൽ. ദെൻ അവിടെ ഒരു ഡിമെറിറ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ എക്സ്പെർട്ടായിട്ടുള്ള ആളുകളുടെയൊക്കെ സർവീസ് നമുക്ക് അവൈലബിൾ ആണെങ്കിൽ ഇറ്റ് ഈസ് മോർ എക്കണോമിക്കൽ അല്ലേ. അതുകൊണ്ട് ഇറ്റ് ഈസ് മേ നോട്ട് ബി മോർ എക്കണോമിക് ഇറ്റ് ഈസ് മോർ ഡിഫിക്കൾട്ട്. സോ ഇറ്റ് ഈസ് മേ നോട്ട് ബി എക്കണോമിക്. നമുക്ക് ലാഭകരമായിട്ട് തോന്നില്ല. സംടൈംസ് ദ എക്സ്പെർട്സ് ഹു യൂസ് കോംപ്ലക്സ് സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസ് മേക്ക് ദ പ്രോസസ് വെരി കോംപ്ലക്സ്. മാത്രമല്ല എക്സ്പെർട്ട് പേഴ്സൺസ് പറയുന്നതൊന്നും തന്നെ അവരുപയോഗിക്കുന്ന സ്റ്റാറ്റിസ്റ്റിക്കൽ മെഷേഴ്സോ കോംപ്ലക്സ് ആയിട്ടുള്ള സിറ്റുവേഷൻസോ ഒന്നും തന്നെ പലപ്പോഴും നമുക്കത് മനസ്സിലായിക്കൊള്ളുന്നില്ല. അപ്പോൾ ദെൻ ഫസ്റ്റ് മെത്തേഡാണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തത്. ഏതായിരുന്നു ഫസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത്? ഒപ്പീനിയൻ സർവേ മെത്തേഡ്. ഒപ്പീനിയൻ സർവേ മെത്തേഡിൽ നമ്മൾ ഉപയോഗിച്ച 3 മെത്തേഡ്സ് ഏതൊക്കെയാണ്? സർവേ ഓഫ് ബയേഴ്സ് ഒപ്പീനിയൻ, സർവേ ഓഫ് ഡീലേഴ്സ് ഒപ്പീനിയൻ, സർവേ ഓഫ് എക്സ്പെർട്ട് പേഴ്സൺസ്. സർവേ ഓഫ് എക്സ്പെർട്ട് ഒപ്പീനിയൻ. സർവേ ഓഫ് എക്സ്പെർട്ട് പേഴ്സൺസ് ഒപ്പീനിയൻ ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ആസ് ഡെൽഫി മെത്തേഡ്. ദെൻ next one is market studies and experiments. Second method for demand forecasting is market studies and experiments. Under this method, firm select certain representative markets having similar characteristics. Then some important demand determinants like price, advertisement, etc. are changed in this selected market. The impact of these changes on the demand for the commodity is studied. The result are used for forecasting the demand. This method is also called as market experiment. അതായത് ഒരു മാർക്കറ്റ് എക്സ്പെരിമെൻ്റ് എന്ന് പറയുന്നത് അതിൽ തന്നെ ഉണ്ട് മാർക്കറ്റ് സ്റ്റഡീസ് ആൻഡ് മാർക്കറ്റ് എക്സ്പെരിമെൻറ്റ്. നമ്മളൊരു മാർക്കറ്റ് തിരഞ്ഞെടുത്തുകൊണ്ട് അവിടെ നമ്മൾ ചെയ്യുന്ന ഒരു സ്റ്റഡിയോ അല്ലെങ്കിൽ ഒരു എക്സ്പെരിമെൻറ്റോ ആണ് ഇത് മാർക്കറ്റ് സ്റ്റഡി ആൻഡ് എക്സ്പെരിമെൻറ്റ്. ഇതെങ്ങനെയാണ് ഈ മെത്തേഡ് അഡോപ്റ്റ് ചെയ്യാം? നമുക്കറിയാം വാട്ട് ആർ ദി ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ഡിമാൻഡ് എന്ന് പറയുന്നത് വൺ ഓഫ് ദി ഫാക്ടേഴ്സ് പ്രൈസ്. പ്രൈസ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്തുകൊണ്ട് ഡിമാൻഡ് എത്രമാത്രം ഫ്ലക്ച്വേറ്റ് ചെയ്യുന്നുണ്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഒരു പർട്ടിക്കുലർ മാർക്കറ്റ് സെലക്ട് ചെയ്യുക, അതിൻ്റെ പ്രൈസിൽ ചേഞ്ച് വരുത്തുമ്പോൾ ഒരു ഡിപ്പെൻഡൻറ്റ് വേരിയബിളും ഒന്ന് ഇൻഡിപെൻഡൻറ്റ് വേരിയബിളുമാണ് അല്ലേ. ചിലപ്പോൾ അത് അതുപോലെ. അപ്പോൾ ഇവിടെ നമ്മൾ ഏതെങ്കിലും ഒന്നിലൊരു ചേഞ്ച് വരുത്തി കഴിഞ്ഞാൽ മറ്റൊരു വേരിയബിൾ അതിനെ തുടർന്ന് തന്നെ ചേഞ്ച് സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അത് മനസ്സിലാക്കാം. ദെൻ വൺ ഓഫ് ദി അനദർ എക്സാമ്പിൾ ഈസ് അഡ്വർടൈസ്മെൻറ്റ്. What is meant by advertisement? Advertisement is a paid form of communication. അഡ്വർടൈസ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു പെയ്ഡ് ഫോം ഓഫ് കമ്മ്യൂണിക്കേഷനാണ്. അപ്പോൾ ഈ പെയ്ഡ് ഫോം ഓഫ് കമ്മ്യൂണിക്കേഷനിലെ അഡ്വർടൈസ്മെൻറ്റ് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ചില ഏരിയകളിൽ ചില മാർക്കറ്റിൽ അഡ്വർടൈസ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നോട്ടീസസോ വേറെ ഏതെങ്കിലും രീതിയിലുള്ള അഡ്വർടൈസ്മെൻ്റ് ഒക്കെ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ആ അഡ്വർടൈസ്മെൻറ്റ് എത്രമാത്രം ഇഫക്റ്റീവ് ആവുന്നുണ്ട് എന്ന് മനസ്സിലാക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നു. അപ്പോൾ ദെൻ അതിൻ്റെ ഇമ്പാക്റ്റ് അത് നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? അഡ്വർടൈസ്മെൻറ്റ് നിലവിലുള്ള അഡ്വർടൈസ്മെൻറ്റിനേക്കാളും കൂടുതൽ ഒരു അഡ്വർടൈസ്മെൻറ്റ് കൊടുക്കുന്നു, അതിൻ്റെ റിസൾട്ട് എന്താണെന്ന് മനസ്സിലാക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നു എന്ന് പറയുകയാണെങ്കിൽ അവിടെ എന്താണ്? മാർക്കറ്റ് സ്റ്റഡീസ് ആൻഡ് എക്സ്പെരിമെൻറ്റ് ഈസ് വൺ ഓഫ് ദി ടെക്നിക്സ് ഫോർ ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ്. ഒരു അഡ്വർടൈസ്മെൻറ്റ് ചേഞ്ച് വരുത്തിയതോടുകൂടി അതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് 10,000 യൂണിറ്റ് ഉള്ളത് 20,000 യൂണിറ്റ് നമുക്ക് സെയിൽ ആവുന്നുണ്ടെങ്കിൽ ദ ചേഞ്ചസ് ഇൻ അഡ്വർടൈസ്മെൻറ്റ് വിൽ ലീഡ് ടു ഇൻക്രീസ് ഇൻ ദ ഡിമാൻഡ് ഓഫ് ദി കമ്മോഡിറ്റി. സോ ഇറ്റ് ഈസ് ഇൻക്രീസ് ദ സെയിൽസും അതേസമയം കൂടുന്നുണ്ട് എന്നുള്ളതാണ്. കണ്ടോ? അപ്പോൾ സെയിൽസും അതേസമയം ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ക്ലിയർ ആയിട്ടുണ്ട്.
അപ്പോൾ ഇതേപോലെ നമ്മൾ എക്സ്പെരിമെൻറ്റ് നടത്തുന്നതിന് വൺ ഓഫ് ദി മെത്തേഡിനെയാണ് എന്താ പറയുക, മാർക്കറ്റ് സ്റ്റഡീസ് ആൻഡ് എക്സ്പെരിമെൻറ്റ്സ്. Then what are the merits of this method? Experiments and conclusions derived from them are scientific. ഒന്നുകൂടെ accurate ആണ്, ഒന്നുകൂടെ scientific ആണ്. Then scientific methods give accurate result. ഏറ്റവും കൂടുതലായിട്ടുള്ള accurate result ആണ് scientific methods നമുക്ക് പ്രൊവൈഡ് ചെയ്യുക. Since experiments involve many parameters, the technique is flexible. Then what are the demerits? Market studies and experiments are expensive. This can be undertaken only by large firms. Conclusions from an experiment in particular market cannot always be generalized. What are the demerit? Market studies and experiments are expensive. ഇങ്ങനെയൊക്കെ ചെയ്ത് നോക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ട് കണ്ടെത്തുക എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എക്സ്പെൻസീവ്. ദിസ് ക്യാൻ ബി അണ്ടർടേക്കൻ ഓൺലി ബൈ ലാർജ് ഫേംസ്. വലിയ വലിയ ഫേമുകളിൽ മാത്രമേ ഇത് സാധ്യമാവുന്നുള്ളൂ. കൺക്ലൂഷൻസ് ഫ്രം ആൻ എക്സ്പെരിമെൻറ്റ് ഇൻ എ പർട്ടിക്കുലർ മാർക്കറ്റ് കനോട്ട് always be generalized. Then next one is consumer clinic method. Third one is consumer clinic method. Then ഏതൊക്കെ മെത്തേഡ്സ് നമ്മൾ പറഞ്ഞ ഒപ്പീനിയൻ സർവേ മെത്തേഡ്, സെക്കൻഡ് വൺ ഈസ് മാർക്കറ്റ് സ്റ്റഡീസ് ആൻഡ് എക്സ്പെരിമെൻറ്റ്, തേർഡ് വൺ ഈസ് കൺസ്യൂമർ ക്ലിനിക് മെത്തേഡ്. As the name implies, here the consumer behavior is studied as the in a clinic. നമ്മളവിടെ കൺസ്യൂമറിൻ്റെ ബിഹേവിയറിനെ ഒരു ക്ലിനിക്കായിട്ട് പഠിക്കുകയാണ് ചെയ്യണത് അല്ലേ. കൺസ്യൂമർ ബിഹേവിയർ എന്ന് പറയുമ്പോൾ ബിഹേവിയർ ഓഫ് ആൻ ഇൻഡിവിജ്വൽ ഹീസ് ആക്ടിങ് ആസ് എ കൺസ്യൂമർ. നമ്മൾ എപ്പോഴാണോ ഒരു കൺസ്യൂമറായിട്ട് മാറുന്നത്, ആ കൺസ്യൂമറായിട്ട് മാറുന്ന സമയത്ത് നമ്മളിൽ ഉണ്ടാകാവുന്ന ബൈയിങ് ബിഹേവിയറിനെയാണ് എന്ത് പറയുക, കൺസ്യൂമർ ബിഹേവിയർ എന്ന് പറയുന്നത്. വേരിയസ് ഫാക്ടേഴ്സ് ആർ ഇൻഫ്ലുവൻസിങ് ദ കൺസ്യൂമർ ബിഹേവിയർ. ഒരു ഇൻഡിവിജ്വലിനെ സംബന്ധിച്ചിടത്തോളം അതിനെ അഫക്റ്റ് ചെയ്യുന്ന ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട് ഇല്ലേ. ആ ഒരുപാട് ഫാക്ടേഴ്സിലെ അതെങ്ങനെയായിരിക്കും, ഇപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഒരു പ്രൊഡക്റ്റ് വാങ്ങിക്കുമ്പോൾ ഇൻഡിവിജ്വലി ഡിഫറെൻ്റ് ആയിരിക്കും അത് അല്ലേ. ഇൻഡിവിജ്വലി ഡിഫറെൻ്റ് ആയിട്ടുള്ള സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ് ഉണ്ടാവാം, സോഷ്യൽ ഫാക്ടേഴ്സ് ഉണ്ടാവാം, എക്കണോമിക് ഫാക്ടേഴ്സ് ഉണ്ടാവാം, കൾച്ചറൽ ഫാക്ടേഴ്സ് ഉണ്ടാവാം, ദെൻ അതുപോലെ തന്നെ ഡെമോഗ്രാഫിക് ഫാക്ടേഴ്സ് ഉണ്ടായിരിക്കാം. ഇനി ഒരുപാട് ഫാക്ടേഴ്സ് ഇതിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്, കൺസ്യൂമർ ബിഹേവിയറിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കൺസ്യൂമർ ബിഹേവിയർ ഓഫ് എൻ ഇൻഡിവിജ്വൽ ഹീ ഈസ് ആക്ടിങ് ആസ് എ കൺസ്യൂമർ. എപ്പോഴാണ് കൺസ്യൂമറായിട്ട് മാറുന്നത്? ദെൻ വി ക്യാൻ സ്റ്റഡി ആസ് ദ നെയിം വി ക്യാൻ സ്റ്റഡി ദ കൺസ്യൂമർ ബിഹേവിയർ ആസ് ദ ഒരു ക്ലിനിക്ക് പോലെ. ഇപ്പോൾ നമ്മൾ അറ്റ്ലീസ്റ്റ് ഒരു പരീക്ഷണം നടത്തുകയാണ്. ഒരു കൺസ്യൂമർക്ക് നമുക്കൊരു 2000 rupees കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് പർച്ചേസ് ചെയ്യാനായിട്ട് പറയണം. അങ്ങനെ പർച്ചേസ് ചെയ്യാൻ പറയുമ്പോൾ അയാൾ എന്തൊക്കെയായിരിക്കും വാങ്ങിക്കുന്നുണ്ടായിരിക്കാം. അയാൾ വാങ്ങിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട് റിഗാർഡിങ് പ്രൈസ്, പാക്കേജ്, ക്വാളിറ്റി, ക്വാണ്ടിറ്റി, ഗിഫ്റ്റ് പാക്കിംഗ്, അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഏരിയാസിലായിരിക്കും അദ്ദേഹം കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ടാവുക. ഇങ്ങനെ പഠിക്കുന്ന ഒരു വൺ ഓഫ് ദി ടെക്നിക്സ് ആണ് ഇത് കൺസ്യൂമർ ക്ലിനിക് മെത്തേഡ് എന്ന് പറയുന്നത്. ദർ ആർ മെനി ഇൻസ്റ്റൻസസ് വെർ കമ്പനീസ് ഹാവിങ് ലേൺ ഫ്രം സച്ച് കൺസ്യൂമർ ബിഹേവിയർ മേഡ് നെസസറി ചേഞ്ചസ് ടു ദെയർ പ്രോഡക്റ്റ് ആൻഡ് ഗെയിൻ മാർക്കറ്റ് ഷെയർ. പലപ്പോഴും ഇത്തരത്തിലുള്ള മെത്തേഡ്സ് ഉപയോഗിച്ചുകൊണ്ട് എന്ത് പഠിക്കാറുണ്ട്, കൺസ്യൂമേഴ്സിൻ്റെ ആറ്റിറ്റ്യൂഡ് പഠിക്കാറുണ്ട്. ദെൻ വാട്ട് ആർ ദി merits or advantages of consumer clinic method? Then first one is easy to implement. അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് ഒന്നുകൂടെ ഈസിയാണ്. സോ ഇറ്റ് ഈസ് മോർ എക്കണോമിക്കൽ ആൻഡ് റിലയബിൾ. ഡിമെറിറ്റ് ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് മേ വേരി ഫ്രം പ്ലേസ് ടു പ്ലേസ് ആൻഡ് മാർക്കറ്റ് ടു മാർക്കറ്റ്. ഒരു കൺസ്യൂമറുടെ ബിഹേവിയർ കണ്ടിട്ട് അതുപോലെ തന്നെ ആയിരിക്കണം മറ്റൊരു കൺസ്യൂമർ എന്ന് വിചാരിക്കുന്നത് ശരിയല്ല. അത് മാർക്കറ്റ് ടു മാർക്കറ്റ് ഡിഫറെൻ്റ് ആണ്, പ്ലേസ് ടു പ്ലേസ് ഡിഫറെൻ്റ് ആണ്. ബ്രാൻഡ് വിസിബിലിറ്റി ആൻഡ് ലോയൽറ്റി മേ എക്സ്പെക്ട് ഗ്രേറ്റ് ഇൻഫ്ലുവൻസ് ഇൻ കൺസ്യൂമർ ബിഹേവിയർ. ബ്രാൻഡ് വിസിബിലിറ്റി ആൻഡ് ലോയൽറ്റി കനോട്ട് ബി ഈസിലി ഡെവലപ്ഡ്. അത് ഈസിയായിട്ട് ഡെവലപ്പ് ചെയ്യാനായിട്ട് സാധിക്കില്ല. ഇതാണ് തേർഡ് വൺ നമ്മൾ പറഞ്ഞ കൺസ്യൂമർ ക്ലിനിക് മെത്തേഡ് എന്ന് പറയുന്നത്. ദെൻ next one is statistical methods. Statistical method is one of the important method used for demand forecasting. The statistical method use the tools of statistics to forecast the demand. Statistical methods are more precise than opinion polls and market experiment. Since statistical methods are scientific, they are more accurate, എക്സെട്ര. അതായത് സയൻറ്റിഫിക് മെത്തേഡ് എന്ന് പറയുമ്പോൾ, അതായത് സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് എൻ സയൻറ്റിഫിക് മെത്തേഡ്, സോ ഇറ്റ് ഈസ് എ മോർ ആക്യുറേറ്റ് ആസ് കമ്പയർ ടു ഒപ്പീനിയൻ മെത്തേഡ് എന്നൊക്കെ പറയുന്ന പോലെ. അതായത് ഒപ്പീനിയൻ എടുത്തുകൊണ്ട് ചെയ്യുന്നതിനേക്കാളും അല്ലെങ്കിൽ ഒരു മാർക്കറ്റ് എക്സ്പെരിമെൻറ്റ് നടത്തുകയോ അല്ലെങ്കിൽ ഒരു കൺസ്യൂമർ ക്ലിനിക് നടത്തുകയോ ഒക്കെ ചെയ്തുകൊണ്ട് നമ്മൾ ഡിമാൻഡ് ഫോർകാസ്റ്റ് ചെയ്യുന്നുണ്ട്. ആ ഫോർകാസ്റ്റ് ചെയ്യുന്നതിനേക്കാളും ഒന്നുകൂടെ സയൻറ്റിഫിക് അപ്രോച്ചാണ് ഇത് പറയുന്നത് സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ് എന്ന് പറയുന്നത്.
Then what type of statistical method? What are the various methods including the statistical method? Then first one is trend projection method. Trend projection method. Then next one is econometric module building and Box-Jenkins method and barometric method അപ്പോൾ ഒരു 4 മെത്തേഡ്സ് ആണ് സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡിൽ പറയുന്നത് കേട്ടോ. അപ്പോൾ അത് നോക്കാം ഏതൊക്കെയാണ് സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ്സിൽ. ഫസ്റ്റ് വൺ ഈസ് ട്രെൻഡ് പ്രൊജക്ഷൻ മെത്തേഡ്, സെക്കൻഡ് വൺ ഈസ് എക്കണോമിക് മോഡൽ ബിൽഡിംഗ്, then Box-Jenkins method, then fourth one is barometric method. അപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ്സ് എന്ന് പറയുമ്പോൾ സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ്സ് ഒന്നുകൂടെ സയൻറ്റിഫിക് മെത്തേഡാണ്. ദെൻ അതിൽ ഫസ്റ്റ് വൺ ആണ് ഇത് പറയുന്ന ട്രെൻഡ് പ്രൊജക്ഷൻ മെത്തേഡ്. ട്രെൻഡ് നമ്മൾ പറയുന്ന എപ്പോഴും ഉപയോഗിക്കുന്നൊരു വാക്ക്, ഇതാണ് ഇപ്പോഴത്തെ ട്രെൻഡ് നമ്മൾ പറയുന്നൊരു വാക്കല്ലേ. ദെൻ ട്രെൻഡ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഇസ് എ ന്യൂ സ്റ്റൈൽ, ന്യൂ വേ ഓഫ് തിങ്കിങ്. ദെൻ ട്രെൻഡ് ഈസ് പ്രിഡിക്റ്റഡ് ഓൺ ദി ബേസ് ഓഫ് പാസ്റ്റ് ഡാറ്റ. എപ്പോഴും നമ്മൾ ഈ ഒരു ട്രെൻഡിനെ നമ്മൾ പ്രിഡിക്റ്റ് ചെയ്യുന്നത് എപ്പോഴും ഏതുമായിട്ട് കമ്പയർ ചെയ്തുകൊണ്ടാണ്, പാസ്റ്റ് ഡാറ്റയുമായി കമ്പയർ ചെയ്തുകൊണ്ടാണ് നമ്മൾ ട്രെൻഡ് പ്രിഡിക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുക. അണ്ടർ ദീസ് ട്രെൻഡ് പ്രൊജക്ഷൻ മെത്തേഡ് ദ പാസ്റ്റ് ട്രെൻഡ് ഇൻ ഡിമാൻഡ് ആർ യൂസ്ഡ് ഫോർ പ്രൊജക്റ്റിംഗ് ദ ഫ്യൂച്ചർ ട്രെൻഡ്സ്. ഇവിടെ നമ്മൾ പറയുന്നത് ഒരു പാസ്റ്റ് ഡാറ്റാസ് ഉപയോഗിച്ചുകൊണ്ട് ഫ്യൂച്ചർ പ്രൊഡിക്റ്റ് ചെയ്യുന്ന ഒരു രീതിയാണ് ഇത് ട്രെൻഡ് പ്രൊജക്ഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. കണ്ടോ, ട്രെൻഡ് പ്രൊജക്ഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. Then here the assumption is that the factors that determine demand in the past will continue to determine in future also. പാസ്റ്റിനെ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കുന്നു, ഫ്യൂച്ചർ പ്രിഡിക്റ്റ് ചെയ്യുന്ന വൺ ഓഫ് ദി മെത്തേഡാണ് ട്രെൻഡ് പ്രൊജക്ഷൻ മെത്തേഡ്. അതിൽ ഏറ്റവും ഈസി ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും സുഖമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന വൺ ഓഫ് ദി മെത്തേഡാണ് ടൈം സീരീസ് അനാലിസിസ്. ഇറ്റ് ഈസ് വൺ ഓഫ് ദി ട്രെൻഡ് പ്രൊജക്ഷൻ മെത്തേഡ്. ടൈം സീരീസ് അനാലിസിസിൽ ഒരു സമയത്തെ ആസ്പദമാക്കിക്കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, പ്രീവിയസ് 2010, 2011, 2012 ഇങ്ങനെ ഓരോ വർഷത്തെയും ബേസ് ചെയ്തുകൊണ്ട് 2020 എത്രയായിരിക്കും, 2025 ആകുമ്പോഴേക്കും നമ്മൾ എന്തൊക്കെ ചേഞ്ചസ് വരാനായിട്ട് സാധ്യതയുണ്ട്, 2030 ആകുമ്പോഴേക്കും എവിടെയൊക്കെ ചേഞ്ചസ് വരാനായിട്ട് സാധ്യതയുണ്ട്. ഇങ്ങനെ നമ്മൾ ഇയർ വൈസ്, അതായത് പാസ്റ്റ് ഡാറ്റ വെച്ചുകൊണ്ട് ഫ്യൂച്ചറിനെ പ്രിഡിക്റ്റ് ചെയ്യുന്ന വൺ ഓഫ് ദി ടെക്നിക്സ് ആണ് അവിടെ എന്ത് പറയുന്നത്, ട്രെൻഡ് പ്രൊജക്ഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. ഇത് സ്റ്റാറ്റിസ്റ്റിക്കലി ഡാറ്റാസ് കളക്ട് ചെയ്തുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, ആ ഒരു ട്രെൻഡ് പ്രൊജക്ഷൻ മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഫ്യൂച്ചർ പ്രിഡിക്റ്റ് ചെയ്യുന്ന ഒരു രീതിയാണ്. Trend projection method is applied to time series data and a future demand forecast based on that. Statistical tools like least square method, freehand curve method, moving average method are used for trend projection method. Trend analysis നമ്മൾ പഠിക്കാറുണ്ട്, സ്റ്റാറ്റിസ്റ്റിക്സ് ഒക്കെ പഠിക്കുമ്പോൾ നമ്മൾ ട്രെൻഡ് അനാലിസിസിനെ കുറിച്ച് പഠിക്കും. ട്രെൻഡ് അനാലിസിസിലെ ഞാനീ പറഞ്ഞ പോലെ തന്നെ ഏതൊക്കെ മെത്തേഡ്സാണ് ഉപയോഗിക്കാൻ ചോദിച്ചു കഴിഞ്ഞാൽ, ദെൻ ഫസ്റ്റ് വൺ ഈസ് ലീസ്റ്റ് സ്ക്വയർ മെത്തേഡ്, മൂവിങ് ആവറേജ് മെത്തേഡ്, പിന്നെ അതുപോലെ തന്നെ മൂവിങ് ആവറേജ്, സെമി ആവറേജ് മെത്തേഡ് ആൻഡ് ഓൾസോ ആവറേജ് മെത്തേഡ്, സെമി ആവറേജ് മെത്തേഡ്, ഫ്രീ ഹാൻഡ് കർവ് മെത്തേഡ് എക്സെട്ര. ഇതൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കുന്ന വേരിയസ് മെത്തേഡ്സ് ഫോർ അനലൈസിങ്, ഫോർ പ്രിഡിക്റ്റിംഗ് ദ ഫ്യൂച്ചർ ഡിമാൻഡ്. ദെൻ ഫസ്റ്റ് വൺ ഈസ് സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ്സിൽ നമ്മൾ പഠിച്ചിരിക്കുന്നത് എന്താ, ഫസ്റ്റ് വൺ ഈസ് ട്രെൻഡ് പ്രൊജക്ഷൻ മെത്തേഡ്. Then next one is econometric model building. Next statistical method le second one econometric model building. That means this method uses the statistical tools for correlation and regression to study the relationship between the dependent variable demand and the independent variables like price of the commodity, price of the related product, income of the consumers, promotional expenditure, etc. If the past data establishes a clear relationship between dependent and independent variable, this relationship is projected for the future to forecast demand. അവിടെ second one econometric model building. One of this method uses the statistical tools for correlation and regression study. ഈ കോറിലേഷൻ എന്നൊക്കെ പറഞ്ഞാൽ എന്താ, റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടു വേരിയബിൾസ്. സോ ഇറ്റ് ഈസ് ഓൾസോ വാട്ട് ഈസ് മീൻ ബൈ കോറിലേഷൻ. കോറിലേഷൻ എന്ന് പറയുമ്പോൾ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടു വേരിയബിൾസ്, ഏതെങ്കിലും രണ്ട് വേരിയബിളിനെ കുറിച്ച് പഠിക്കുക, അതിനെയാണ് കോറിലേഷൻ എന്ന് പറയുന്നത്. ഡിമാൻഡും പ്രൈസും.
ഡിമാൻഡും പ്രൈസും, അത് പ്രൈസിൽ വരുന്ന ഫ്ലക്ച്വേഷൻ അനുസരിച്ച് ഏതൊരു വ്യത്യാസം വരാം, ഡിമാൻഡിൽ ഫ്ലക്ച്വേഷൻ സംഭവിക്കാം. ദെൻ അവിടെ കോറിലേഷൻ ആൻഡ് റിഗ്രഷൻ അനാലിസിസ്, ഈ രണ്ട് ടെക്നിക്സ് ഉപയോഗിക്കുന്നുണ്ട്. ദ മെത്തേഡ്സ് യൂസ് ദ സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസ് ഫോർ കോറിലേഷൻ ആൻഡ് റിഗ്രഷൻ ടു സ്റ്റഡി ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ആൻഡ് ഡിമാൻഡ് ആൻഡ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ലൈക്ക് പ്രൈസ് ഓഫ് ദ കമോഡിറ്റി, പ്രൈസ് ഓഫ് ദ റിലേറ്റഡ് പ്രോഡക്റ്റ്, income of the consumers, promotional expenditure, etc. These are the one of the important technique for the predicting the future demand. Then statistical method, first one is trend projection method, second one is econometric model building, then third one is Box-Jenkins method. Third point is Box-Jenkins method. What is meant by Box-Jenkins method? That means this method is used for forecasting the demand for products with seasonal variations in demand. Then Box-Jenkins method is used for forecasting demand of product with seasonal variations in demand. Seasonal fluctuation, നമുക്കറിയാം, വെതർ, കാലാവസ്ഥകൾ ഉണ്ടാകാവുന്ന വ്യത്യാസം, ക്ലൈമറ്റിക് ചേഞ്ചസ്, സീസണിൽ ഉണ്ടാകാവുന്ന ചില ഒക്കേഷൻസ്, ഫെസ്റ്റിവൽസ്, ഇതൊക്കെ സീസണൽ ചേഞ്ചസ് ആണ്. ഓരോ സീസണിനനുസരിച്ച് നമുക്കവിടെ ചില പ്രോഡക്റ്റുകൾക്ക് ഡിമാൻഡ് ഉണ്ടാവാം, ചില പ്രോഡക്റ്റുകൾക്ക് ഡിമാൻഡ് നഷ്ടപ്പെടാം. Certain products like umbrellas, school uniforms, woolen clothing, etc. have seasonal demand. For such a product, time series data show regular seasonal fluctuation. അവിടെ നമുക്കൊരു റെഗുലർ സീസണൽ ഫ്ലക്ച്വേഷൻസ് സംഭവിക്കാറുണ്ട്. ദ ബോക്സ്-ജെൻകിൻസ് മെത്തേഡ് ചെക്സ് വെദർ ദർ ഈസ് എ സീസണാലിറ്റി ഇൻ എ ടൈം സീരീസ് ഡാറ്റ. ഇഫ് എ പർട്ടിക്കുലർ പാറ്റേൺ repeats over time, the seasonality of demand can be ascertained. Then statistical tools like auto-regression, moving averages, etc. are used for predicting the demand. അപ്പോൾ ഡിമാൻഡ് പ്രിഡിക്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന വേറൊരു ടെക്നിക്സ് ആണ് ബോക്സ്-ജെൻകിൻസ് മെത്തേഡ്. ബോക്സ്-ജെൻകിൻസ് മെത്തേഡ് സീസണൽ വേരിയേഷൻസ് മനസ്സിലാക്കാനായിട്ട് ഉപയോഗിക്കുന്ന ടെക്നിക്സ് ആണ് ബോക്സ്-ജെൻകിൻസ് മെത്തേഡ്. ദെൻ നെക്സ്റ്റ് വൺ, ഫോർത്ത് വൺ ഈസ് ബാരോമെട്രിക് മെത്തേഡ്. ഇനി ദെൻ സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡിലെ ലാസ്റ്റ് വൺ ആണ് ബാരോമെട്രിക് മെത്തേഡ്സ് എന്ന് പറയുന്നത്. ബാരോമെട്രിക് മെത്തേഡ്സിലെ മെട്രോളജിസ്റ്റ് യൂസ് ബാരോമീറ്റർ ഫോർ ഫോർകാസ്റ്റിംഗ് വെതർ. നമ്മളിപ്പോൾ സാധാരണ രീതിയിൽ ഒരു അന്തരീക്ഷത്തിൻ്റെ മർദ്ദമൊക്കെ മനസ്സിലാക്കാറില്ലേ, അല്ലെങ്കിൽ അതിൻ്റെ താപനിലയൊക്കെ മനസ്സിലാക്കാറില്ലേ, ഡിഗ്രി 33 ഡിഗ്രി, 28 ഡിഗ്രി, 33 ഡിഗ്രി അല്ലെങ്കിൽ 34 ഡിഗ്രി അല്ലെങ്കിൽ ടെമ്പറേച്ചർ ഇത്രയുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ബാരോമീറ്റേഴ്സ് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ അന്തരീക്ഷത്തിലുണ്ടാകാവുന്ന ഒരു ഫ്ലക്ച്വേഷൻസ് മനസ്സിലാക്കുന്നത്. അതേപോലെ തന്നെ എക്കണോമിക് വേരിയേഷൻസ് ഉപയോഗിക്കാനായിട്ടുള്ള ചില ടൂൾസ് ഉണ്ട്. എക്കണോമിക്സ് യൂസ് വേരിയേഷൻസ് ഇൻ ലീഡിങ് ആൻഡ് ലാഗിങ് ഇൻഡിക്കേറ്റേഴ്സ് ഇൻ ദ എക്കോണമി to forecast demand. There is established correlation between monsoon and demand for fertilizer. മൺസൂൺ മഴക്കാലത്ത് ചില ഫെർട്ടിലൈസേഴ്സിന് അല്ലേ, വളം അതുപോലെയുള്ള കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് ഇത്തിരി കൂടെ ഡിമാൻഡ് കൂടാനായിട്ട് സാധ്യതയുണ്ട്. മൺസൂൺ ആൻഡ് ഡിമാൻഡ് ഫോർ ഫെർട്ടിലൈസർ. ദ പ്രൈസ് ഓഫ് ക്യാഷ് ക്രോപ്സ് സച്ച് ആസ് റബ്ബർ, ഡിമാൻഡ് ഫോർ മൾട്ടി യൂട്ടിലിറ്റി വെഹിക്കിൾസ് ലൈക്ക് ജീപ്പ് ഇൻ ഹില്ലി ഏരിയാസ്, ഇൻട്രസ്റ്റ് റേറ്റ് ആൻഡ് ഹൗസിംഗ് loan sanctions and demand for building materials, etc. Therefore, if leading indicators like monsoon, interest rate, etc. are known, demand forecasting for the related product can be done. This is known as barometric method. അതായത് ചില വ്യക്തികൾ ഇതുപോലെയൊക്കെ പ്രിഡിക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ കൂടെ നമുക്ക് എക്കണോമിക്കലി ഉണ്ടാകാവുന്ന ചേഞ്ചസിനെ കുറിച്ച് പഠിക്കുകയാണ് ഇതിലൂടെ ചെയ്യുന്നത്. ദെൻ ഈ ഒരു വൺ ഓഫ് ദി സ്റ്റാറ്റിസ്റ്റിക്കൽ ബാരോമെട്രിക് മെത്തേഡ് സജസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, നമുക്കിനി ഇന്നത്തെ ക്ലാസ്സിൽ കൺക്ലൂഡ് ചെയ്യാം. നമുക്ക് ധാരാളം പഠിച്ചിട്ടുണ്ട്, ധാരാളം മനസ്സിലാക്കാനുണ്ട്. ഏതൊക്കെയാണ് നമ്മൾ പഠിച്ചിരിക്കണമെന്ന് നോക്കാം. വാട്ട് ഈസ് മെൻ ബൈ ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ്? Demand forecasting means anticipating the future demand or estimating the future demand. Anticipating or estimating the future demand. ഫ്യൂച്ചറിൽ ഉണ്ടായേക്കാവുന്ന ഡിമാൻഡ് എത്രമാത്രം ഡിമാൻഡ് ഉണ്ടാവുമെന്ന് കണക്കാക്കുന്ന വൺ ഓഫ് ദി ടെക്നിക്സിനെയാണ് നമ്മൾ എന്താ പറയുക, ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഈ ഡിമാൻഡ് ഫോർകാസ്റ്റിങ്ങിൽ വാട്ട് ആർ ദി വേരിയസ് മെത്തേഡ്സ് യൂസ്ഡ് ഫോർ ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ്? ഡിമാൻഡ് ഫോർകാസ്റ്റിങ്ങിൽ ഏതൊക്കെ മെത്തേഡ്സാണ് ഉപയോഗിക്കുക എന്ന് വെച്ചാൽ വേരിയസ് മെത്തേഡ്സ് ആർ യൂസ്ഡ് ഫോർ ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ്. ഇറ്റ് മേ ബി ക്ലാസിഫൈഡ് ഇൻ ടു സം മെത്തേഡ്സ് ആർ യൂസ്ഡ് ഫോർ മെഷറിംഗ് ദ ഡിമാൻഡ് റിലേറ്റഡ് ടു എക്സിസ്റ്റിംഗ് പ്രോഡക്റ്റ്.
and also some methods are used for analyzing the demand for the new product. പുതിയ പ്രോഡക്റ്റുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അതിന് എത്രമാത്രം ഡിമാൻഡ് ഉണ്ടാവുമെന്ന് കണക്കാക്കാനായിട്ട് ഉപയോഗിക്കുന്ന മെത്തേഡ്സും ചില പ്രോഡക്റ്റുകൾ എക്സിസ്റ്റിംഗ് പ്രോഡക്റ്റുകളുടെ ഡിമാൻഡ് കൂടാനുള്ള ചില മെഷേഴ്സ് ഏതൊക്കെയാണെന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പഠിച്ചിരിക്കുന്നത് ഏതാണ്? വാട്ട് ആർ ദി മെത്തേഡ്സ് യൂസ്ഡ് ഫോർ predicting the demand in the existing product. നിലനിൽക്കുന്ന പ്രോഡക്റ്റുകളുടെ ഡിമാൻഡ് മനസ്സിലാക്കാനായിട്ട് ഉപയോഗിക്കുന്ന ചില മെത്തേഡ്സാണ്. അതിനെ ക്ലാസിഫൈ ചെയ്യാം. ഏതൊക്കെ മെത്തേഡ്സാണ്? 4 മെത്തേഡ്സാണ്. ആ 4 മെത്തേഡ്സിൽ ഏതാ? ഒപ്പീനിയൻ സർവേ മെത്തേഡ്, ഒപ്പീനിയൻ പോൾ മെത്തേഡ് എന്നൊക്കെ പറയാറുണ്ട്. ഒപ്പീനിയൻ സർവേ മെത്തേഡ്. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് മാർക്കറ്റ് സ്റ്റഡി ആൻഡ് എക്സ്പെരിമെൻറ്റ് മെത്തേഡ്, മാർക്കറ്റ് സ്റ്റഡി ആൻഡ് എക്സ്പെരിമെൻറ്റ് മെത്തേഡ്. തേർഡ് മെത്തേഡ് ഏതാ? സർവേ ഓഫ് ഡീലേഴ്സ് ഒപ്പീനിയൻ, സർവേ ഓഫ് ഡീലേഴ്സ് ഒപ്പീനിയൻ. ആൻഡ് ഫോർത്ത് വൺ ഈസ് സർവേ ഓഫ് first one is opinion survey method, second one is market and experiment method, third one is consumer clinic method and statistical method. ഒരു ചെറിയ മിസ്റ്റേക്ക് അവിടെ. then first one is opinion survey method, second one is market and study method, third one is consumer clinic method and fourth one is statistical method. again വീണ്ടും നമ്മളതിനെ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഒപ്പീനിയൻ സർവേ മെത്തേഡിൽ ചില അഭിപ്രായങ്ങൾ അറിഞ്ഞുകൊണ്ട് ഡിമാൻഡ് ഫോർകാസ്റ്റ് ചെയ്യുന്ന രീതിയാണ് ഇത് ഒപ്പീനിയൻ സർവേ മെത്തേഡ് എന്ന് പറയുന്നത്. ഒപ്പീനിയൻ ഫ്രം ബയേഴ്സ്, ഒപ്പീനിയൻ ഫ്രം ഡീലേഴ്സ്, ഒപ്പീനിയൻ ഫ്രം എക്സ്പേർട്സ്. അപ്പോൾ ഒപ്പീനിയൻ ഫ്രം എക്സ്പെർട്ട് എന്ന് പറയുന്നത് ഏതായിരിക്കും? ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ആസ് ഡെൽഫി മെത്തേഡ്. അപ്പോൾ അതിൽ സർവേ ഓഫ് ബയേഴ്സ് ഒപ്പീനിയൻ, സർവേ ഓഫ് ബയേഴ്സ് ഒപ്പീനിയൻ. സെക്കൻഡ് വൺ പറയുന്നത് സർവേ ഓഫ് ഡീലേഴ്സ് ഒപ്പീനിയൻ. അപ്പോൾ ഡീലേഴ്സ് ഒപ്പീനിയൻ എടുക്കാം. അതേപോലെ തന്നെ സർവേ ഓഫ് എക്സ്പെർട്ട് പേഴ്സൺസ് ഒപ്പീനിയൻ. സർവേ ഓഫ് എക്സ്പെർട്ട് പേഴ്സൺസ് ഒപ്പീനിയൻ ഈസ് ഓൾസോ കോൾഡ് ആസ് ഡെൽഫി മെത്തേഡ്. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കുക. എക്സ്പെർട്ട് പേഴ്സൺസ് ഒപ്പീനിയനെയാണ് ഡെൽഫി മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഡെൽഫി എന്ന് പറയുന്ന ടേം വരാനുള്ള കാരണം എന്താണ്? ഇറ്റ് ഈസ് ദ നെയിം ഓഫ് ആൻ ടെമ്പിൾ അറ്റ് ഗ്രീസിലുള്ള ഒരു അമ്പലത്തിൻ്റെ പേരാണ് ഇത് ഡെൽഫി എന്ന് പറയുന്നത്. അത് ആളുകൾ എന്ത് ചോദിച്ചു കഴിഞ്ഞാലും അത് സാധിച്ചു കൊടുക്കും എന്ന് പറയുന്നതാണ് അവിടുത്തെ ആളുകളുടെ ഒരു വിശ്വാസം. അതേപോലെ തന്നെ എക്സ്പെർട്ടായിട്ടുള്ള ആളുകളോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയുന്നത് ശരിയാണ് എന്ന് വിചാരിക്കുന്ന രീതിയിലുള്ളൊരു മെത്തേഡാണ് ഇത് എക്സ്പെർട്സ് ഒപ്പീനിയൻ മെത്തേഡ്. അതുകൊണ്ടാണ് അതിന് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ആസ് ഡെൽഫി മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു 2 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ നമുക്കവിടെ പ്രതീക്ഷിക്കാം. വാട്ട് ഈസ് മെന്റ് ബൈ ഡെൽഫി മെത്തേഡ്? ഒന്നുമില്ലെങ്കിലും നിങ്ങൾ എന്ത് എഴുതിയിരിക്കണം? ഇറ്റ് ഈസ് ആൻ എക്സ്പെർട്ട് ഒപ്പീനിയൻ മെത്തേഡ് ഫോർ കളക്ടിങ് ഡാറ്റ ഫോർ ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ്. അതുകൊണ്ട് എക്സ്പെർട്ട് ഒപ്പീനിയൻ എന്നുള്ളൊരു ടേം എങ്കിലും നിങ്ങളവിടെ യൂസ് ചെയ്തിരിക്കണം. നെക്സ്റ്റ് വൺ ഈസ് മാർക്കറ്റ് സ്റ്റഡീസ് ആൻഡ് എക്സ്പെരിമെൻറ്റ്. മാർക്കറ്റ് സ്റ്റഡീസ് ആൻഡ് എക്സ്പെരിമെൻറ്റിൽ നമ്മൾ എന്താ പറഞ്ഞത്? ദെൻ ഏതെങ്കിലും രീതിയിൽ നമ്മളൊരു ഡിമാൻഡ് ഫാക്ടേഴ്സിൽ ചേഞ്ച് വരുത്താം. ഒരു അഡ്വർടൈസ്മെൻറ്റ് ചേഞ്ച് വരുത്താം. ഒരു മാർക്കറ്റ് സെലക്ട് ചെയ്യാം. ഒരു മാർക്കറ്റ് സെലക്ട് ചെയ്തിട്ട് ആ മാർക്കറ്റിൽ നമ്മൾ അഡ്വർടൈസ്മെൻറ്റ് കൂട്ടി നോക്കാം, അഡ്വർടൈസ്മെൻറ്റ് കുറച്ച് നോക്കാം, പ്രൈസ് കൂട്ടാം, പ്രൈസ് കുറയ്ക്കാം. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു ചേഞ്ച് വരുത്തി കഴിഞ്ഞാൽ ദെൻ അതിൻ്റെ സെയിൽസിനെ എങ്ങനെ എഫക്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. സെയിൽസ് കൂടുകയോ കുറയുകയോ ഒക്കെ ചെയ്യാനായിട്ട് സാധ്യതയുണ്ട്. സോ മാർക്കറ്റ് സ്റ്റഡീസ് ആൻഡ് എക്സ്പെരിമെൻറ്റ് മെത്തേഡ്. അങ്ങനെ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു എക്സ്പെരിമെൻറ്റിന് ഒരു പരീക്ഷണം നടത്തിക്കൊണ്ട് മനസ്സിലാക്കുന്ന ഒരു രീതിയാണ് നമ്മൾ എന്താ പറയുന്നത്? മാർക്കറ്റ് സ്റ്റഡീസ് ആൻഡ് എക്സ്പെരിമെൻറ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. ദെൻ തേർഡ് വൺ ഈസ് കൺസ്യൂമർ ക്ലിനിക് മെത്തേഡ്. കൺസ്യൂമർ ക്ലിനിക് മെത്തേഡിൽ ദെൻ കൺസ്യൂമർ ബിഹേവിയർ ഈസ് ടേക്കൺ ആസ് എ ക്ലിനിക്. എങ്ങനെയായിരിക്കും കൺസ്യൂമറുടെ ബിഹേവിയർ? ഇതൊരു ക്ലിനിക്ക് എന്നുള്ള രൂപത്തിൽ നമ്മളതിനെ ചെയ്തെടുക്കുന്ന രീതിയാണ് കൺസ്യൂമർ ക്ലിനിക് മെത്തേഡിൽ. ആസ് ദ നെയിം ഇംപ്ലൈസ് ഹിയർ ദ കൺസ്യൂമർ ബിഹേവിയർ സ്റ്റഡീസ് ആസ് ദോ ഇൻ എ ക്ലിനിക് കൺസ്യൂമേഴ്സ് ആർ ഗിവൺ മണി ഫോർ കൂപ്പൺസ് ടു ബൈ സർട്ടൻ പ്രോഡക്റ്റ്സ്. ചില പൈസ കൊടുത്തുകൊണ്ട് തന്നെ കസ്റ്റമേഴ്സിനോട് അവരോട് പർച്ചേസ് ചെയ്യാനായിട്ട് പറയുന്ന ഒരു രീതിയാണ് കൺസ്യൂമർ ക്ലിനിക് മെത്തേഡ് എന്ന് പറയുന്നത്. ഇത് നമ്മൾ പഠിച്ചിരിക്കുന്ന ലാസ്റ്റ് മെത്തേഡ് ഏതായിരുന്നു? സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ്. സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ് ഈസ് ഓൾസോ കോൾഡ് എസ് സയൻറ്റിഫിക് മെത്തേഡ്. അതിൽ നമ്മൾ 4 മെത്തേഡ്സ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ട്രെൻഡ് പ്രൊജക്ഷൻ മെത്തേഡ്, എക്കണോമെട്രിക് മോഡൽ ബിൽഡിംഗ്, ബോക്സ് ജെൻകിൻസ് മെത്തേഡ് ആൻഡ് പാരാമെട്രിക് മെത്തേഡ്. അപ്പോൾ അതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇതൊരു essay ക്വസ്റ്റ്യൻ ആയിട്ടാണ് നിങ്ങൾ കൺസിഡർ ചെയ്യണം. ട്രെൻഡ് പ്രൊജക്ഷൻ മെത്തേഡിൽ ഞാൻ പറഞ്ഞിരിക്കുന്ന മെത്തേഡ് ഏതാ? ടൈം സീരീസ് അനാലിസിസ്, മൂവിങ് ആവറേജ് മെത്തേഡ്.
അത് നിങ്ങൾക്കിപ്പോൾ അറിയുന്നില്ല, പക്ഷേ നിങ്ങൾ ഡിഗ്രി ഒക്കെ കഴിയുമ്പോഴേക്കും നിങ്ങൾ പല ടെക്നിക്സൊക്കെ പഠിക്കുമ്പോഴും ടൈം സീരീസ് അനാലിസിസ് പഠിക്കും. ടൈം സീരീസ് അനാലിസിസിലെ ട്രെൻഡ് മനസ്സിലാക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്സാണ് ടൈം സീരീസ് അനാലിസിസ് എന്ന് പറയുന്നത്. ദെൻ ടൈം സീരീസ് ട്രെൻഡ് പ്രൊജക്ഷൻ മെത്തേഡ്. ദെൻ നെക്സ്റ്റ് വൺ ഈസ് econometric model building. That is correlation and regression analysis is used for econometric model building. Then third one is Box-Jenkins method. This method is used to analyze predict the future demand on the basis of seasonal fluctuations. സീസണൽ ഫ്ലക്ച്വേഷൻസ് നോക്കിക്കൊണ്ട് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു ടെക്നിക്സാണ് ഇത് ബോക്സ്-ജെൻകിൻസ് മെത്തേഡ് എന്ന് പറയുന്നത്. സീസണൽ ഫ്ലക്ച്വേഷൻ, ട്രെൻഡ് പ്രൊജക്ഷൻ എന്ന് പറയുമ്പോൾ ടൈം സീരീസ് അനാലിസിസ്, എക്കണോമെട്രിക് മോഡൽ ബിൽഡിംഗ് എന്ന് പറയുമ്പോൾ അവിടെ ഓർമ്മ വരേണ്ട 2 പോയിൻ്റ് ഏതാണ്? കോറിലേഷൻ ആൻഡ് റിഗ്രഷൻ അനാലിസിസ്. കോറിലേഷൻ ആൻഡ് റിഗ്രഷൻ അനാലിസിസ്. തേർഡ് പോയിന്റിലെ ബോക്സ്-ജെൻകിൻസ് മെത്തേഡ് എന്ന് പറയുമ്പോൾ ദെൻ സീസണൽ ഫ്ലക്ച്വേഷൻസ് ഓർ സീസണൽ വേരിയേഷൻസ്. Then last one is barometric methods. Barometric methodsലെ then leading and lagging indicators in the economy, in monsoon, interest rate, etc. Then ഇത്രയാണ് ഇതിൽ പറയുന്നത്. ദെൻ സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ്സിൽ നമ്മൾ പറയുന്നത്. അപ്പോൾ നിങ്ങൾ വളരെ വിശദമായിട്ട് തന്നെ അത് വായിച്ച് നോക്കിയതിന് ശേഷം ഒരു എസ്സേ ക്വസ്റ്റ്യൻ തന്നെ തയ്യാറാക്കാനായിട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്യണം. ഇൻട്രാക്ഷൻ പീരീഡിൽ ഇതിൻ്റെ ഒരു എസ്സേ ക്വസ്റ്റ്യനായിട്ട് നോട്ട്ബുക്കിൽ നിങ്ങളത് തയ്യാറാക്കി വയ്ക്കുക. അതിൻ്റെ ഒരു സമ്മറി തയ്യാറാക്കി വയ്ക്കാം. നന്നായിട്ട് പഠിക്കാൻ എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ക്ലിയർ ചെയ്യാം. ഒരു വെരി വെരി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് നമ്മളിന്ന് പഠിച്ചിരിക്കുന്നത്, മനസ്സിലാക്കാം. ഓക്കെ, താങ്ക് യു.